നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുകിട കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെഎസ്ഇബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. റമദാനിലെ കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ഉണർത്തിയത് ലഹരിവിരുദ്ധ സന്ദേശം. റമളാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. ടൈഫോയിഡ് മരണം റിപ്പോർട്ട് ചെയ്ത വടക്കേക്കാട് പഞ്ചായത്ത് കൊച്ചന്നൂരിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആദ്യഘട്ട പ്രവൃത്തികൾ അവസാനിപ്പിച്ചപ്പോൾ പുതിയ കേസുകളൊന്നും ഇല്ലാതായതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. പെരിയമ്പലം 310 റോഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടാത്തതിൽ പുന്നയൂർ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. UDF BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം. നന്മ മനസ്സുകൾ ഒപ്പം നിന്നു. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്ക വിൽപ്പനത്തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് വീടൊരുക്കിയത് ഒരു കൂട്ടം സുമനസ്സുകൾ. വ്യത്യസ്തത നിറഞ്ഞ ഒരു ധൂമപ്രദക്ഷിണം. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമായി നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ധൂമപ്രദക്ഷിണമാണ് ശ്രദ്ധേയമാകുന്നത്. വാർത്തകൾ വിശദമായി. ചെറുകിട കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെഎസ്ഇബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടിവി സർവീസ് 30 ലക്ഷത്തോളം വീടുകളിൽ സേവനമെത്തിച്ച് ദേശീയതലത്തിൽ 5ാം സ്ഥാനത്തും 12.5 ലക്ഷത്തോളം കണക്ഷൻ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 6ാം സ്ഥാനത്തുമാണുള്ളത്. എന്നാൽ കേബിൾ ടിവി മേഖലയെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് കെഎസ്ഇബി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമൂലം 6, 12 ഫൈബർ ഉൾപ്പെടുന്ന 2 കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകും. എന്നാൽ റിലയൻസ് പോലുള്ള കുത്തക കമ്പനികൾക്ക് 96ഉം 192ഉം ഫൈബറുകളടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടും കെഎസ്ഇബി സ്വീകരിച്ചിട്ടുണ്ട്. കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ സമരപരമ്പരയിലൂടെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും സിഒഎ മുന്നറിയിപ്പ് നൽകി. വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടിവിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെഎസ്ഇബി ചെറുകിട കേബിൾ ടിവി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത്. അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ്. അപ്പോൾ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ ടിവി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടെയാണ് നഷ്ടമാകുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് നടപ്പിലാക്കുന്ന പഠനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുർക്കിനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും ജില്ലാതല പഠനോത്സവ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും നിർവഹിച്ചു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷയായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രീജ, സർവശിക്ഷ കേരള പ്രോഗ്രാം ഓഫീസർ E ശശിധരൻ, VHSE അസിസ്റ്റന്റ് ഡയറക്ടർ A നവീന തുടങ്ങിയവർ സംസാരിച്ചു. റമദാനിലെ കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ഉണർത്തിയത് ലഹരിവിരുദ്ധ സന്ദേശം. റമളാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. വിശുദ്ധ റമളാനിലെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമാ നമസ്കാരത്തിനായി ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിൽ ഒരുമിച്ചുകൂടി. റമളാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിൻ്റെതാണ്. ഈ ദിനങ്ങളിൽ വിശ്വാസികൾക്കുമേൽ നാഥന്റെ കാരുണ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഏറെ പുണ്യം നിറഞ്ഞ ദിനമായ വെള്ളിയാഴ്ചയിൽ രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ ഒരുക്കങ്ങൾ തുടങ്ങി.
വെള്ളിയാഴ്ചയിലെ പതിവ് സൂറത്തായ ഖൗഫ് പാരായണം നടത്തിയതിനു ശേഷം പ്രാർത്ഥനകൾ നടത്തിയുമാണ് ഈ ദിനത്തെ സമ്പന്നമാക്കുന്നത്. റമദാനിന്റെ മഹത്വവും മനുഷ്യർക്ക് കാരുണ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ജുമാ ഖുതുബയിലൂടെ ഇമാമുമാർ വിശ്വാസികളുമായി പങ്കുവച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മയക്കുമരുന്ന് ലഹരികളിൽ നിന്നും മുക്തി നേടുവാനുള്ള ദൈവിക സന്ദേശങ്ങളാണ് ഇമാമുമാർ ഖുതുബകളിലൂടെ നടത്തിയത്. ജുമാ നമസ്കാരത്തിനു ശേഷം ബന്ധുക്കളുടെ ഖബറിടത്തിലെത്തി അവർക്കുവേണ്ടി പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് പിരിഞ്ഞുപോയത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പ്രദേശവാസിയായ കോലത്തട്ടിൽ സുനിലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 8:30 കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിനും പള്ളിക്കും ഇടയിലായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിനെ മറികടക്കുന്നതിനിടയിൽ ഹാൻഡിലിൽ കുത്തിവലിക്കുകയായിരുന്നു. പരിക്കേറ്റ സുനിലിനെ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടൈഫോയിഡ് മരണം റിപ്പോർട്ട് ചെയ്ത വടക്കേക്കാട് പഞ്ചായത്ത് കൊച്ചന്നൂരിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അതേസമയം ആദ്യഘട്ട പ്രവൃത്തികൾ അവസാനിപ്പിച്ചപ്പോൾ പുതിയ കേസുകളൊന്നും ഇല്ലാതായതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. കൊച്ചന്നൂരിൽ 1 മാസം മുമ്പാണ് 14-കാരൻ പനിയെ തുടർന്ന് മരിച്ചത്. ശേഷം നടത്തിയ പരിശോധനകളിലാണ് മരണം ടൈഫോയിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. കിണറുകളുടെ സൂപ്പർ ക്ലോറിനേഷൻ, ജലപരിശോധന, രോഗലക്ഷണങ്ങളുള്ളവരുടെ രക്തപരിശോധന എന്നിവ പൂർത്തീകരിച്ചു. സമാന ലക്ഷണമുള്ളവരെ കണ്ടെത്തുന്നതിനായി നിരന്തരമായുള്ള പരിശോധനകളും നടന്നുവരുന്നുണ്ട്. സ്കൂൾ, അങ്കണവാടി, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളിലായി പുതിയ കേസുകൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുകയും പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളെല്ലാം നെഗറ്റീവ് ആവുകയും ചെയ്തതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം അവസാനിപ്പിച്ചു. മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ ആരോഗ്യ വിഭാഗം ജീവനക്കാരെയും ആശാവർക്കർമാരെയും സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിത അഭിനന്ദിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്, അൻവർ ഷെരീഫ്, അജിത, ഹമീമ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പെരിയമ്പലം 310 റോഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടാത്തതിൽ പുന്നേർകുളം പഞ്ചായത്ത് യോഗത്തിൽ UDF പ്രതിഷേധം. അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കള്ളുഷാപ്പ് അടച്ചുപൂട്ടുന്നതിന് വേണ്ടി ഫെബ്രുവരി 14-ന് UDF മെമ്പർമാർ നൽകിയ പ്രമേയം ഭരണസമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിലും കള്ളുഷാപ്പ് അടച്ചുപൂട്ടുവാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടും പ്രവർത്തിച്ചു വരുന്നത് തടയാത്തതിലും പ്രതിഷേധിച്ചാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ജനപ്രതിനിധികളായ A. അബു താഹിർ, KH ആബിദ്, ഷാനിബ മൊയ്തുണ്ണി, ദേവകി, സജിത ജയൻ എന്നിവർ വാക്കൌട്ടിൽ പങ്കെടുത്തു. 1-ാം വാർഡ് മെമ്പർ സജിത ജയൻ അവതാരകയായും 5-ാം വാർഡ് മെമ്പർ അബു താഹിർ അനുവാദകനായുമായാണ് പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ തികച്ചും മെമ്പർമാരുടെ അവകാശം നിഷേധിക്കുന്ന രീതിയിലാണ് നിഷേധിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തിട്ടുള്ളത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിനൊക്കെതിരായിട്ടുള്ള ഈ കള്ളുഷാപ്പ് അടച്ചു പൂട്ടുന്നതിനുമായി ബന്ധപ്പെട്ട് നിയമപരമായും അല്ലാതെയുമുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പുന്നേർകുളം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ലഹരിയുടെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും UDFന്റെ മെമ്പർമാർ തികച്ചും എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന പെരിയമ്പലം 310 റോഡ് ബീച്ച് കള്ളുഷാപ്പ് അടച്ചുപൂട്ടാത്തതിൽ BJPയും പ്രതിഷേധിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തിയ അംഗങ്ങൾ പ്രതിഷേധത്തിന് ശേഷം പിന്നീട് ചർച്ചകളിൽ പങ്കെടുത്തു. അടച്ചുപൂട്ടുന്നതിനു വേണ്ടി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്ന് BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഗോകുൽ അശോകൻ, ഇന്ദിര പ്രഭുലൻ, അനിത ധർമ്മൻ എന്നീ BJP അംഗങ്ങളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഭരണസമിതിക്കെതിരെ യോഗത്തിൽ നിന്ന് ഞങ്ങൾ BJP പ്രതിനിധികൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കള്ളുഷാപ്പ് പൂട്ടിക്കണം. ജനവാസ മേഖലയെ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ആകെ മൊത്തത്തിൽ ലഹരിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നമ്മുടെ പുന്നേർകുളം പഞ്ചായത്തിൽ ഈ ഒരു രീതിയിൽ കള്ളുഷാപ്പ് അനധികൃതമായിട്ട് ഈ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ BJPയുടെ മെമ്പർമാർ അത് എത്രയും പെട്ടെന്ന് പൂട്ടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് സമരമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരം തെറ്റിദ്ധാരണ മൂലമാണെന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു സുനിൽകുമാർ.
ഇന്ത്യയിൽ തന്നെ ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. LDF നയം കൂടുതൽ ഓണറേറിയം നൽകണമെന്ന് തന്നെയാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായതിനാൽ ഇക്കാര്യത്തിൽ ചില പരിമിതികളുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. ആശാവർക്കർമാരെയും ജനങ്ങളെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാന സർക്കാരാണ് ഇതിന്റെയെല്ലാം പിന്നിൽ എന്ന് വരുത്തി തീർക്കുന്ന നയങ്ങളാണ് സമരത്തെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയാക്കുന്നത് എന്നും LDFനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാവപ്പെട്ട ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ സമരത്തെ വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആശാവർക്കർമാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിലെ ന്യായങ്ങളും കാര്യങ്ങളെല്ലാം ഏറ്റവും ബോധ്യമുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ്. പക്ഷേ LDFനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങളെ പരിഹാരം ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് എല്ലാവരും കൂടിയാണെന്ന ഒരു സന്ദേശം സമരമുഖത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയാത്തതാണ് ഇതിൽ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എരുമപ്പെട്ടി തയ്യൂരിൽ കിണറ്റിൽ വീണ ആടിനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ യുവാവ് കിണറിനുള്ളിൽ അകപ്പെട്ടു. ശ്വാസം ലഭിക്കാതെ അവശനായ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ആട് ചത്തു. തയ്യൂർ കൊട്ടുക്കൽ വീട്ടിൽ അഖിലാണ് കിണറ്റിലകപ്പെട്ടത്. വൈകിട്ട് 4 മണിയോടെയാണ് യുവാവ് കിണറ്റിലിറങ്ങിയത്. വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടി വീട്ടുമുറ്റത്തെ കിണറിലേക്ക് ചാടി. ഇത് കണ്ട അഖിൽ ആടിനെ രക്ഷപ്പെടുത്താൻ കിണറ്റിലിറങ്ങി. എന്നാൽ കിണറ്റില് ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ശ്വാസം കിട്ടാതെ അവശനായ അഖിൽ കയറിൽ പിടിച്ചു നിന്നു. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ കിണറ്റിലിറങ്ങിയെങ്കിലും ശ്വാസം കിട്ടാത്തതിനാൽ തിരിച്ചു കയറി. നാട്ടുകാർ ഇറക്കിയ ഗോവണിക്കിടയിൽ കൈകളിട്ട് അഖിൽ 1 മണിക്കൂറോളം തൂങ്ങിക്കിടന്നു. ഈ സമയം കിണറ്റിലേക്ക് കയറി ഫാൻ ഇറക്കി പ്രവർത്തിപ്പിച്ചും മരച്ചില്ലകൾ കയറിൽ കെട്ടിയിറക്കി വെള്ളം ഇളക്കിയും ഓക്സിജൻ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാർ നടത്തി. തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് കിണറ്റിലിറങ്ങി നെറ്റ് ഉപയോഗിച്ച് അഖിലിനെ കയറ്റുകയായിരുന്നു. പിന്നീട് എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അഖിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടനില തരണം ചെയ്ത അഖിലിന്റെ ആരോഗ്യം തൃപ്തികരമാണ്. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ GRC സംഗമം നടത്തി. പഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ CF ജോൺ ജോഫി മാസ്റ്റർ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ക്യാന്റീൻ ടീം അംഗങ്ങൾ, വനിതാ ഡ്രൈവർമാർ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ ജോൺ ജോഫി മാസ്റ്ററുടെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതവും കമ്മ്യൂണിറ്റി കൌൺസിലർ നിവ്യ നന്ദിയും പറഞ്ഞു. മൂന്നാമത്തെ ഒരു ലിംഗം കൂടിയുണ്ട്. അടുത്ത കാലത്തല്ല, അവർ പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരെ അവഹേളിക്കുക, നാണം കിടന്ന പെണ്ണുകട്ടോര എന്ന് പറയുന്ന ഭാഷ പോലും അതിശാക്കുന്നില്ല. അത് മാറ്റി അവരും മനുഷ്യരാണെന്നായിരിക്കണം മൂന്നാമത്തെ ഒരു ലിംഗവും ഭിന്നലിംഗം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്മാരിപ്പോ ആരൊക്കെയാണ്? ആണ്, പെണ്ണ്, ഭിന്നലിംഗം, 3 കൂട്ടർ. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളെ പറ്റി 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൂടെ ചോറോ അല്ല കാപ്പിയോ എല്ലാം ഉണ്ടോ? എന്നെ വിളിച്ചോടുന്നത് നിങ്ങൾക്ക് മുതലാവണമെങ്കിൽ 2 മണിക്കൂർ എന്നെ കൊണ്ട് സംസാരിക്കണം. അപ്പൊ അതൊക്കെ പോയി, സമയമൊക്കെ പോയി, അതൊക്കെ നഷ്ടം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കേൾക്കുന്നില്ലേ? പഴഞ്ഞിയിൽ പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറും സ്വകാര്യ സ്കൂൾ ബസും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കാട്ടകാമ്പാൽ ചിറിയൻകാട് സ്വദേശി കുന്നത്തുവളപ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള ഷമീലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ചിറയ്ക്കൽ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും ഇടറോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കയറുകയായിരുന്ന സ്കൂൾ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമംഗലം യൂണിറ്റ് മുൻ വൈസ് പ്രസിഡന്റും ആരോൺ കേബിൾ വിഷൻ ഉടമയുമായ പേരാമംഗലം നീലങ്കാവിൽ ലിൻസൺ നിര്യാതനായി. 48 വയസ്സായിരുന്നു. സംസ്കാരം പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജിനി ഭാര്യയാണ്. ആരോൺ, ഫെബിൻ എന്നിവർ മക്കളാണ്. പൊള്ളുന്ന വേനലിൽ പക്ഷികൾക്കായി പാനസ്നാനപാത്രം സ്ഥാപിച്ച് വിദ്യാർത്ഥികൾ.
മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് LP സ്കൂളിലാണ് വിദ്യാർത്ഥികൾ പക്ഷികൾക്കായി ദാഹജലം ഒരുക്കിയത്. പ്രധാന അധ്യാപിക CT കൊച്ചുത്രേസ്യ വിദ്യാലയാങ്കണത്തിൽ സ്ഥാപിച്ച പാത്രങ്ങളിൽ വെള്ളം നിറച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ PJ സ്റ്റൈജു വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. പദ്ധതി കോർഡിനേറ്റർ മോണിക്ക തോമസ് വീടുകളിൽ പക്ഷികൾക്കായുള്ള ദാഹജല പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അധ്യാപകരായ ഷിബി ആന്റണി, CA ജോസ്മി, അനീറ്റ ജോസഫ്, റാണി റൈഗൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ 4ാം ക്ലാസ് വിദ്യാർത്ഥി ഗൗരംഗ് ബൈദ്യയുടെ ജലസംരക്ഷണത്തെക്കുറിച്ച് മലയാളത്തിലുള്ള പ്രസംഗം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളായ ആരുഷ് ചന്ദ്രൻ, KJ ആദിൽ, മുഹമ്മദ് സഹൽ, അനയ് കൃഷ്ണ, റയാൻ, ജോനാഥ് എന്നിവർ നേതൃത്വം നൽകി. മാനസിക വെല്ലുവിളി നേരിടുന്ന വീട്ടമ്മയ്ക്ക് കരുതലായി പഞ്ചായത്ത് അംഗവും അംഗൻവാടി അധ്യാപികയും ആരോഗ്യ പ്രവർത്തകരും. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 10ാം വാർഡിലെ താമസക്കാരിയായ VK നബീസയ്ക്കാണ് പഞ്ചായത്ത് അംഗം TO ജോയും അംഗൻവാടി അധ്യാപിക NL ജാൻസി ടീച്ചറും ഉൾപ്പെടെയുള്ളവർ കരുതലായത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന 48 വയസ്സുള്ള അരിയന്നൂർ പണിക്ക വീട്ടിൽ VK നബീസ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശാപ്രവർത്തക ജീജ ജോസ്, MLS PP P സജിത, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൌൺസിലർ NS സുഷി എന്നിവർ നബീസയെ സന്ദർശിച്ചിരുന്നു. കൌൺസിലിംഗ് വഴി നബീസയുടെ ഗുരുതരമായ മാനസികാരോഗ്യ നിലയെക്കുറിച്ച് വ്യക്തമായതോടെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇവരുടെ മക്കൾ പഠിക്കാൻ പോകുന്ന സമയത്ത് പരിസരവാസികളും അംഗൻവാടി ടീച്ചറുമാണ് മരുന്നും ഭക്ഷണവും നൽകുന്നതും പരിചരിക്കുന്നതും. രാത്രികാലങ്ങളിൽ പലപ്പോഴും വീട് വിട്ടിറങ്ങിപ്പോകുന്ന നബീസ പരിസരത്തെ ബസ് സ്റ്റോപ്പിൽ പോയി കിടന്നുറങ്ങാൻ ശ്രമിക്കാറുണ്ട്. പഞ്ചായത്ത് അംഗം TO ജോയിയാണ് പലപ്പോഴും ഇവരെ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കാറുള്ളത്. തൊഴിലുറപ്പ് ജോലി ഉൾപ്പെടെ പോയിരുന്ന നബീസ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി മാനസികാസ്വാസ്ഥ്യം മൂർച്ഛിച്ച അവസ്ഥയിലാണ്. മാനസികാരോഗ്യം കൂടുതൽ ഗുരുതരമാകാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് പഞ്ചായത്ത് അംഗം TO ജോയ്, അംഗൻവാടി ടീച്ചർ NL ജാൻസി, നബീസയുടെ സഹോദരി സുഹറാബി എന്നിവർ ചേർന്ന് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിലെ 20 കർഷകർക്ക് 600 മത്സ്യവിത്ത് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ് കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യവിത്താണ് നൽകിയത്. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ രുക്മിയ സുധീർ, ശ്രീധരൻ മാക്കാലിക്കൽ, KV റഷീദ്, ഷനിൽ അപ്പു, ഫിഷറീസ് പ്രൊമോട്ടർ ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്കവിൽപ്പനത്തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് ഒരു കൂട്ടം നന്മ മനസ്സുകൾ മുന്നോട്ട് വന്നതോടെയാണ് വിദ്യാർത്ഥിക്കും മാതാവിനും അന്തിയുറങ്ങാൻ വീടായത്. ചേറ്റുവ VS കേരളീയൻ വായനശാലയ്ക്ക് സമീപം 4.5 സെന്റ് ഭൂമിയും വീടും കൈമാറി. 15 ലക്ഷം രൂപയാണ് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടത്. ആദ്യ ഗഡു 9 ലക്ഷം രൂപ വീട്ടുടമയ്ക്ക് നൽകി കരാർ ഒപ്പിട്ടതിനു ശേഷമാണ് വീട് കൈമാറ്റം നടത്തിയത്. സ്കൂൾ അധികൃതർ, പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു കമ്മിറ്റിയാണ് ഇതിനായി പ്രവർത്തിച്ചത്. ഇനിയും 6 ലക്ഷം രൂപ കൂടി സമാഹരിക്കണം. ചേറ്റുവ പാലത്തിന് സമീപം കക്കയും കല്ലുമ്മക്കായും വിൽക്കുന്ന തട്ടുകടയിൽ ജോലി ചെയ്യുന്ന പുതുവാക്കുളം വീട്ടിൽ യദുകൃഷ്ണനെയും കുടുംബത്തെയും അച്ഛൻ ഉപേക്ഷിച്ചു പോയതോടെ വർഷങ്ങളായി ചേറ്റുവ കോട്ട റോഡിൽ തകര ഷീറ്റ് മേഞ്ഞ ഓലമറച്ച വാടക വീട്ടിലായിരുന്നു താമസം. അസുഖം മൂലം ദേവയാനിക്ക് ജോലി ചെയ്യാൻ സാധിക്കാതായതോടെ യദുകൃഷ്ണൻ പഠനത്തോടൊപ്പം കക്ക വിൽപ്പനയും ചെയ്തു തുടങ്ങി. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് ഗുരുവായൂർ MLA NK അക്ബർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നു. യദുകൃഷ്ണന്റെ പഠനച്ചെലവും അമ്മയുടെ ചികിത്സയും സ്കൂൾ അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട്. NK അക്ബർ MLA, സ്കൂൾ മാനേജർ MU ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ MD ഷീബ, പ്രധാന അധ്യാപിക M സന്ധ്യ, MC സുനിൽകുമാർ, CH റഷീദ്, പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പലരും ചെയ്തിട്ടുണ്ടാവും. പലരും ഇവിടെ ഇരിക്കണമൊക്കെ പൊതുരംഗത്ത് പലരുള്ളവരാണ്. വളരെ നല്ലൊരു പരിപാടി. അതിന് മുൻകൈ എടുത്ത സ്കൂളിൻ്റെ ടീച്ചർമാരെയും മാനേജ്മെൻറ്റിനെയും സ്റ്റാഫിനൊക്കെ പ്രത്യേകം ഞാനിത് അഭിനന്ദിക്കുകയാണ്. നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ കണ്ടെത്തിയതും വളരെ സന്തോഷം. നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരാളാണ് കണ്ടെത്തുന്നത്. ഞാൻ ഇന്ന ആൾക്കാരൊന്നും പറയണില്ല.
അവയൂർ ഓപ്പൺ ജിമ്മിന്റെ നിലവാരമുയർത്തി പുന്നയൂർ പഞ്ചായത്ത്. 6 ജിം യന്ത്രങ്ങൾ കൂടി പുതുതായി കൊണ്ടുവന്നു. പഞ്ചായത്ത് 7 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചത്. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപയുടെ യന്ത്രങ്ങളും 7 ലക്ഷം രൂപയുടെ ഫൗണ്ടേഷനും ഉപയോഗിച്ച് ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. തുടർന്ന് കൂടുതൽ പേർ ഇവിടെ എത്തുന്നുണ്ട് എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് തയ്യാറായത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ, വാർഡ് മെമ്പർ ഷെരീഫ കബീർ, സെലീന നാസർ, ഷൈബ ദിനേശൻ, ചാവക്കാട് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജിസ്ന ലത്തീഫ്, കുട്ടാടൻ പാടം കൂട്ടായ്മ പ്രസിഡന്റ് നാസർ പുളിക്കൽ, സെക്രട്ടറി നസീർ ഉണ്ണി എന്നിവർ സംസാരിച്ചു. രാത്രി സമയങ്ങളിൽ ഇവിടെ സ്ത്രീകൾ ജിം ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്നു എന്ന വാർത്ത നമ്മളെ വലിയ സന്തോഷത്തിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രോജക്റ്റ് വലിയ തോതിൽ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനവും സന്തോഷവും നൽകുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഹാപ്പിനെസ് പാർക്ക് എന്നുള്ള നിലക്കുള്ള ഒരു പ്രോജക്റ്റ് ഈ വർഷം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് വന്നിരിക്കാനും സൗകര്യപ്രദമായ നിലയിൽ ഈ അന്തരീക്ഷത്തെ ആസ്വദിക്കാനും സാമാന്യം നല്ല ഒരു സെൽഫി എടുക്കാൻ കഴിയുന്ന ഒരു സെൽഫി പോയിന്റ് ഉൾപ്പെടെ ഹാപ്പിനെസ് പാർക്ക് 15 ലക്ഷം രൂപ ചെലവഴിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയൻ ഒരു ചാലിശ്ശേരിക്കാരിയാണ്. സ്ത്രീശക്തിയുടെ വ്യത്യസ്ത മാതൃക സൃഷ്ടിക്കുകയാണ് പുസ്തകങ്ങളുടെ തോഴിയായ PK ശാന്ത. ആയിരത്തി 1986 നിലവിൽ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ 69 വർഷ കാലയളവിൽ ചീഫ് ലൈബ്രറിയനാകുന്ന ആദ്യ വനിതയാണ് ചാലിശ്ശേരി സ്വദേശിയായ PK ശാന്ത. 2007 ലൈബ്രറിയൻ ഗ്രേഡ് IV ജോലിയിൽ പ്രവേശിച്ച ശാന്ത നീണ്ട 14 വർഷത്തിനുശേഷം 2021 സെപ്റ്റംബറിൽ അക്കാദമി ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായി. ഇക്കാലം വരെ പദവിയിലുണ്ടായിരുന്നവരെല്ലാം പുരുഷന്മാരായിരുന്നു. ചീഫ് ലൈബ്രറിയൻ ആയതിനുശേഷം അക്കാദമിയുടെ വെബ്സൈറ്റിൽ ലൈബ്രറിക്കായി ഒരു പേജ് തുടങ്ങി. ഇവിടുത്തെ 1.5 ലക്ഷം പുസ്തകങ്ങളുടെ വിവരണങ്ങളും ചരിത്രവും ആനുകാലികങ്ങളും ഡിജിറ്റൈസേഷൻ ചെയ്തുകൊണ്ട് പുതുതലമുറയ്ക്ക് ഉപയോഗപ്രദമാക്കി. 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന മലയാളത്തിലെ ആദ്യ പുസ്തകമുൾപ്പെടെ അക്കാദമിയിലെ അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ ഓർത്തെടുക്കാൻ ശാന്തയ്ക്കാകും. അക്കാദമിയിൽ എത്തിയതോടെ സുകുമാർ അഴീക്കോട്, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, നടനും കവിയുമായ മുല്ലനേഴി, M മുകുന്ദൻ, വൈശാഖൻ, അശോകൻ ചെരുവിൽ, K സച്ചിദാനന്ദൻ, ബെന്യാമിൻ, CV ശ്രീരാമൻ തുടങ്ങിയ മഹാപ്രതിഭകളെ അടുത്തറിയാനായി. അവരുടെ കയ്യൊപ്പോടുകൂടിയ പുസ്തകങ്ങൾ ഇതിനകം ശേഖരിച്ച് സൂക്ഷിക്കുന്നുണ്ട്. അക്കാദമി ലൈബ്രറിയിൽ വന്ന ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ലൈബ്രറികളിലും ഓരോ പുസ്തകങ്ങളും എല്ലാവരും നമ്മുടെ കയ്യിലൂടെ മറിച്ച് പോകുന്നുണ്ട്. നമ്മൾ ഇന്ന ആളാണ് ഇത് എഴുതിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കൂടി അങ്ങനെയുള്ള എഴുതിയ ആൾക്കാരെ നേരിട്ട് കാണാനും അവരായിട്ട് സംസാരിക്കാനും ഇടപെടാനൊക്കെയുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത് അക്കാദമി ലൈബ്രറിയിൽ വന്നതാണ്. വലിയ വലിയ എഴുത്തുകാർ അഴീക്കോട് മാഷ്, MT സാറ്, മുകുന്ദൻ സാറ്, വൈശാഖൻ, സച്ചി മാഷ്, ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് എല്ലാം നമുക്ക് സംസാരിക്കാനും അവരുടെ അടുത്ത് ഇടപഴകാനും. ചാലിശ്ശേരി പൊട്ടംകുളങ്ങര പരേതനായ കോരൻ കാളി ദമ്പതിമാരുടെ 5 മക്കളിൽ 3ാമത്തെ മകളായ ശാന്ത 2021 പ്രൊമോഷൻ ലഭിച്ചതോടെയാണ് അക്കാദമി രൂപീകൃതമായതിനുശേഷമുള്ള ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയനായി മാറി ചരിത്രമായത്. 18 വർഷത്തെ സേവനത്തിനുശേഷം മെയ് മാസം വിരമിക്കും. വിരമിച്ച ശേഷം ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് പെയിന്റിംഗ്, ഫ്ലവർ മേക്കിംഗ്, ബോട്ടിൽ ആർട്ട് എന്നിവയിൽ സജീവമാകാനാണ് ആഗ്രഹം. സോളമൻ മാണി ഭർത്താവാണ്. PG ഡിപ്ലോമ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിദ്യാർത്ഥിനി ലക്ഷ്മി ഏകമകളാണ്. തൊഴിയൂർ CMUP സ്കൂളിൽ പഠനോത്സവം ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് KV നിർമ്മലൻ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീതു ടീച്ചർ, SRG കൺവീനർ വിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധയിനം പരിപാടികൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. അധ്യാപകരായ CG, വിനീത എന്നിവർ നേതൃത്വം നൽകി. വിദ്യാലയത്തിൽ നിന്നും ലഭിച്ച അറിവ് കുട്ടികൾക്ക് തനതായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള അവസരമായ പഠനോത്സവത്തിൽ വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തത്.
ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വടക്കേക്കാട് പഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പനങ്ങാവിൽ അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ഡോക്ടർ ദീപ പദ്ധതി പ്രഖ്യാപനം നടത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ പഠനോത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ MK ജോസ്, PTA അംഗങ്ങളായ അനുപ്രഭ ലതീഷ്, ധന്യ സുനിൽ, സിനി ഷാജു, സ്റ്റാഫ് പ്രതിനിധി സീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 2024-25 അക്കാദമിക വർഷത്തിലെ സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള പുരസ്കാര വിതരണം നടത്തി. തുടർന്ന് കുട്ടികളുടെ മികവാർന്ന പഠന മികവുകളുടെ അവതരണങ്ങളും പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. രണ്ട് ദിവസമായി നടന്നു വന്നിരുന്ന കുന്നംകുളം പോളിടെക്നിക് കോളേജിലെ ടെക് ഫെസ്റ്റ് സമാപിച്ചു. പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടൂൾ ആൻഡ് ഡൈ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകൾ സംയുക്തമായി നടത്തുന്ന ഇന്നോവേറ 1.0 സംസ്ഥാനതല ടെക് ഫെസ്റ്റിനാണ് സമാപനമായത്. അഞ്ഞൂർ ശ്രീ പാർക്കാടിയമ്മ തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയോടെയാണ് ഫെസ്റ്റിന്റെ രണ്ടാം ദിനം അരങ്ങുണർന്നത്. സാങ്കേതികവിദ്യയും നൂതന ആശയങ്ങളും ഒത്തുചേരുമ്പോൾ എന്ന ആശയത്തിന് ഊന്നൽ നൽകി സംഘടിപ്പിച്ച ഫെസ്റ്റിൽ വിവിധ മേഖലകളിലുള്ളവരുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രകടമാക്കുന്ന മത്സരങ്ങളും കലാമത്സരങ്ങളും സാങ്കേതിക മത്സരങ്ങളും നടന്നു. സമാപന സമ്മേളനം പ്രിൻസിപ്പൽ ഇൻചാർജ് KB സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഡോക്ടർ സിജോ വർഗീസ് അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനും സാഹിത്യകാരനുമായ ഒളപ്പമണ്ണ അവാർഡ് ജേതാവുമായ റാഫി നീലങ്കാവിൽ മുഖ്യാതിഥിയായി. സീനിയർ സൂപ്രണ്ട് VV രാജേന്ദ്രൻ, ലെക്ചറർ ശിവരാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പ്രകാശൻ P സ്വാഗതവും HOD ബിനു KK നന്ദിയും പറഞ്ഞു. 1999 ബാച്ച് കമ്പ്യൂട്ടർ ഡിപ്ലോമ വിദ്യാർത്ഥികൾ ഒരുക്കിയ മ്യൂസിക് ആൽബം പരിഭവം തോരാതെയുടെ പോസ്റ്റർ പ്രകാശനം പൂർവ്വ അധ്യാപിക നീന ടീച്ചർ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളാണ് ആൽബത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചത്. പ്രവീൺ വിദ്യാനന്ദൻ രചനയും രഞ്ജിത് രാമൻ ആലാപനവും നിർവഹിച്ചു. ദയാനന്ദ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. പ്രിൻസിപ്പൽ KB സുരേഷ് കുമാർ, മേധാവികളായ KP യാമിനി, P പ്രകാശ്, KK ബിനു, KP വിനോദ് എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് കല്ലൂരിൽ ബൈക്കിന് പുറകിൽ കാറിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രിക പൊന്നാനി വെളിയങ്കോട് സ്വദേശിനി 28 വയസ്സുള്ള അനീഷയ്ക്കാണ് പരിക്കേറ്റത്. വടക്കേക്കാട് കല്ലൂർ CRK ഓഡിറ്റോറിയത്തിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ യുവതിയെ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കൂട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് പുരസ്കാര വിതരണം നിർവഹിച്ചു. പ്രധാന അധ്യാപിക ശ്രീജ ഭായ്, PTA പ്രസിഡന്റ് OB ഷനൂജ്, SMC ചെയർപേഴ്സൺ TJ കണ്ണൻ, SRG കൺവീനർ KC ശാരിക എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമാണ് നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ധൂമപ്രദക്ഷിണം. തീർത്തും വ്യത്യസ്തത നിറഞ്ഞതാണ് ഈ പ്രദക്ഷിണം. ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിന്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ പൈതൃക പാരമ്പര്യം തൃശൂർ അതിരൂപതയിൽ എന്നല്ല ഭാരതസഭയിൽ പോലും കാണുവാൻ ഇടയില്ലാത്തതാണ്. വലിയ നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഭാതത്തിൽ പള്ളിയിൽ നിന്നാരംഭിച്ച് അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്ന ഈ പരിഹാര പ്രദക്ഷിണം എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തത പുലർത്തുന്ന അനുഷ്ഠാനമായാണ് വിശ്വാസികൾ കാണുന്നത്. ചിറ്റാറ്റുകര ഉൾപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801-1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിക്കുകയും കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നുണ്ട്. അക്കാലത്ത് ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ വളരെ കുറവായിരുന്നു. ദൈവകോപമാണ് വസൂരി തുടങ്ങിയ സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം. വലിയ നോമ്പാചരണത്തിലെ ആദ്യ വെള്ളിയാഴ്ച നടന്ന ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക്
ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ പട്ടിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ ദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, കുടുംബശ്രീ അക്കൌണ്ടന്റ് സൗമ്യ, പഞ്ചായത്ത് അംഗങ്ങളായ AA കൃഷ്ണൻ, PK അസീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാരന്റിംഗ് പോസിറ്റീവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി കമ്മ്യൂണിറ്റി കൌൺസിലർ അശ്വതി ക്ലാസ് നയിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരായ സുൽഫത്ത് ബക്കർ, ശാന്ത ബാബു, സോണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബശ്രീ CDS അംഗങ്ങൾ, പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം നടന്നു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശം, മറ്റു വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തി അനീഷ് തിരുമേനി, ദേവസ്വം ഓഫീസർ TK ധന്യ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ P മാധവൻ, VV രാജൻ തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തിയതിനെ തുടർന്ന് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണത്തിന്റെ ഭാഗമായി മേൽശാന്തി അനീഷ് തിരുമേനി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണത്തിനെത്തിയ ഭക്തരുടെ അടുപ്പുകളിലേക്കും തീ പകർന്നു. 200-ലേറെ വരുന്ന ഭക്തർ അരിയും ശർക്കരയും ഉപയോഗിച്ച് തയ്യാറാക്കിയ പൊങ്കാല ഭഗവതിക്ക് നിവേദിച്ചു. ദേവസ്വം ഓഫീസർ TK ധന്യയും ഭക്തജനങ്ങൾക്കൊപ്പം പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. തുടർന്ന് ഭക്തർക്കായി കഞ്ഞിയും പുഴുക്കും അടങ്ങുന്ന പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. വൈകിട്ട് താലപ്പൊലിയെ തുടർന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 51 മേള കലാകാരന്മാരെ അണിനിരത്തിയുള്ള ആൽത്തറമേളം അരങ്ങേറും. കടവല്ലൂർ ചാലിശ്ശേരി പഞ്ചായത്തുകളിലെ മുട്ടിപ്പാലം ജലസേചന പദ്ധതിയുടെ ടെൻഡർ നടപടി വൈകുന്നു. കർഷകർ ആശങ്കയിൽ. നഗരസഞ്ചയ പദ്ധതിയിൽ 2 കോടി രൂപ അനുവദിച്ച മുട്ടിപ്പാലം പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഇനിയും പൂർത്തിയായില്ല. ആദ്യഘട്ടത്തിൽ വിളിച്ച ടെൻഡറിൽ ആരും പങ്കെടുക്കാത്തതിനെ തുടർന്ന് 2ാം വട്ടവും പരസ്യപ്പെടുത്തിയിരുന്നു. തുടർന്ന് 3 കമ്പനികൾ ജോലികൾ കരാറെടുക്കാൻ തയ്യാറായി എത്തിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. കരാർ നടപടികളുടെ പൂർത്തീകരണമാണ് വൈകുന്നത്. ഈ വർഷം തന്നെ 1.5 കോടി രൂപ ചെലവിട്ടാൽ മാത്രമേ പദ്ധതി പ്രാബല്യത്തിൽ വരൂ. തോട് നവീകരണവും തടയണ നിർമ്മാണവും അടക്കം കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ 400 ഏക്കർ പാടശേഖരത്തിലെ ജലസേചനം സുഗമമാക്കുന്നതാണ് പദ്ധതി. കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. 3 വർഷം മുൻപ് വിപുലമായ സർവേ നടത്തി തോടിന്റെ ഭാഗങ്ങൾ കയ്യേറിയത് കണ്ടെത്തി തിരിച്ചുപിടിച്ചിരുന്നു. ഈ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് നവീകരണം നടത്തുക. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വനിതാ ദിനം ആഘോഷിച്ചു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കൌൺസിലിംഗ് ആൻഡ് സൈക്കോ തെറാപ്പിസ്റ്റ് അഡ്വക്കേറ്റ് രമ രഘുനന്ദൻ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. വുമൻ സെൽ കോർഡിനേറ്റർ ആശ P സ്വാഗതവും കോളേജ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സയന സന്തോഷ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും റാം വാക്ക്, സിനിമാ പ്രദർശനവും വനിതാ ദിനത്തിന്റെ ഭാഗമായി അരങ്ങേറി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ പഠനോത്സവം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രീതി ബാബു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ്, SRG കൺവീനർ ബിജി പോൾ, PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ എന്നിവർ സംസാരിച്ചു. സയൻസ്, ഗണിതം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലെ പരീക്ഷണങ്ങളും കുസൃതി കണക്കുകളും കുട്ടികൾക്ക് കൗതുകമായി. അറബ്, ഉറുദു, സംസ്കൃതം, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലെല്ലാം കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. SSA കോർഡിനേറ്റർ റീജ ജോബി നന്ദി പറഞ്ഞു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്നേഹത്തണ്ണീർക്കുടം ഒരുക്കി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ K അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ സെജി മാത്യു പദ്ധതി വിശദീകരണം നടത്തി. സ്നേഹത്തണ്ണീർക്കുടം ബ്രോഷർ പ്രകൃതി സംരക്ഷണ സംഘം ചാവക്കാട് ഏരിയ കോർഡിനേറ്റർ സലീം അവിയൂർ, സബ് ഇൻസ്പെക്ടർ PS സാബുവിന് കൈമാറി. സബ് ഇൻസ്പെക്ടർ PA സുധീർ, ASI ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ നാസൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷന്റെ കീഴിലുള്ള ഓഫീസുകളിലും വീടുകളിലും പറവകൾക്ക് ദാഹജലമൊരുക്കാൻ നിർദ്ദേശം നൽകുമെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ K അനിൽകുമാർ പറഞ്ഞു.
പഴഞ്ഞി അയ്യന്നൂർ അയ്യമ്മലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയോടെ ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. പാണ്ടിമേളത്തോടെ നടന്ന എഴുന്നള്ളിപ്പിൽ അയിനിക്കുളങ്ങര മഹാദേവൻ തിടമ്പേറ്റി. നാടൻ കലാരൂപങ്ങളുടെ പ്രകടനവുമുണ്ടായി. പൂരത്തിന് ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, കോമരം ചന്ദ്രൻ കണ്ടിരുത്തി, ജയപ്രകാശ്, KV മോഹനൻ, ബാലൻ KK തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള രോഗനിർണയ ക്യാമ്പ് വയലത്തൂർ മദ്രസയിൽ നടന്നു. വാർഡ് മെമ്പർ ഖാലിദ്, JPHN സിസ്റ്റർ ജോളി, MLSP ജോസി, ആശാ വർക്കർ പ്രസീദ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം ആർത്താറ്റ് ചീരംകുളം റോഡിൽ താമസിക്കുന്ന കുരഞ്ഞിയൂർ രാഘവൻ മകൻ പ്രവീൺ രാജ് ദുബായിൽ വെച്ച് ഹൃദയാഘാതം മൂലം നിര്യാതനായി. 40 വയസ്സായിരുന്നു. നീനുവാണ് ഭാര്യ. ഋഷിരാജ് മകനാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പുനേർകുളം ചെമ്മന്നൂർ ജുമാ മസ്ജിദിന് സമീപം പരേതനായ എരണ്ടക്കാട്ടയിൽ മൊയ്തുണ്ണി മകൻ റഷീദ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. ഖബറടക്കം ചെമ്മന്നൂർ ഖബർസ്ഥാനിൽ നടന്നു. ബുഷറയാണ് ഭാര്യ. റിൻഷാദ്, റസീന, രഹന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. റമദാനിലെ കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ഉണർത്തിയത് ലഹരിവിരുദ്ധ സന്ദേശം. റമളാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. ടൈഫോയിഡ് മരണം റിപ്പോർട്ട് ചെയ്ത വടക്കേക്കാട് പഞ്ചായത്ത് കൊച്ചന്നൂരിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആദ്യഘട്ട പ്രവൃത്തികൾ അവസാനിപ്പിച്ചപ്പോൾ പുതിയ കേസുകളൊന്നും ഇല്ലാതായതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. പെരിയമ്പലം 310 റോഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടാത്തതിൽ പുന്നയൂർ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. UDF BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം. നന്മ മനസ്സുകൾ ഒപ്പം നിന്നു. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്ക വിൽപ്പനത്തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് വീടൊരുക്കിയത് ഒരു കൂട്ടം സുമനസ്സുകൾ. വ്യത്യസ്തത നിറഞ്ഞ ഒരു ധൂമപ്രദക്ഷിണം. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമായി നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ധൂമപ്രദക്ഷിണമാണ് ശ്രദ്ധേയമാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.